പ്രൈസ് ദി ലോർഡ്. ഹെൽപ്പ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്നത്തെ നമ്മുടെ വീഡിയോ മുളക് വറുത്ത പുളി എന്ന് പറയും, അല്ലെങ്കിൽ വള്ളുവനാടൻ കറി എന്ന് പറയും. ഇത് ആക്ച്വലി പാലക്കാടുകാർ അവരുടെ ദേശീയ കറി എന്ന് തന്നെയാണ് പറയുന്നത്. കമന്റ് വന്നിരുന്നു സജിന്റെ, അതിൽ പ്രകാരമായിരുന്നു ചേച്ചി മുളക് വറുത്ത പുളി, അതുപോലെ തക്കാളി പുളി, ഇതൊക്കെ പാലക്കാടുകാരുടെ സ്പെഷ്യലാണ്, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യൂന്ന്. അപ്പൊ സജിൻ തന്നെ തക്കാളിപ്പുളിയുടെ റെസിപ്പി ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൂടുതൽ ഡീറ്റെയിൽസ് സ്ത്രീകൾക്കേ അറിയത്തുള്ളൂ. അപ്പൊ വിചാരിച്ചു എങ്കിൽ ഇതേക്കുറിച്ച് കൂടുതലൊന്നും അറിയണം, ഞാൻ കേട്ടിട്ട് പോലും ഇല്ല ഇതുപോലെ മുളക് വറുത്ത പുളി എന്നൊക്കെ. പിന്നെ ഞാൻ ചെയ്തത് ഫേസ്ബുക്കിലെ പാചക ഗ്രൂപ്പുകളിൽ സെർച്ച് ചെയ്തപ്പോൾ കുറെ റെസിപ്പികൾ കണ്ടു. അതിൽ നല്ലതെന്ന് തോന്നിയ ഒരു റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ചിലർ വറ്റൽമുളക് ഉപയോഗിക്കുന്നുണ്ട്, ചിലർ പച്ചമുളക് ഉപയോഗിക്കുന്നുണ്ട്, ചിലർ ഉലുവ ഇടുന്നുണ്ട്, ചിലർ ഉലുവ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് ഇത് കൂടാതെ വേറെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമന്റ് ആയിട്ട് ഇടണം. പ്രത്യേകിച്ച് പാലക്കാടുള്ളവർ കമന്റ് ഇടണം. പിന്നെ ഇതിന്റെ റെസിപ്പി അന്വേഷിച്ച് കിടന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ നാട്ടില് ഇത് രീതിയിൽ ഒരു പുളിങ്കറി വെക്കും, പക്ഷെ ചില വ്യത്യാസമുണ്ട്. അതിന്റെ അനിയത്തിയോ ചേട്ടത്തിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതില് ഞങ്ങള് വെളുത്തുള്ളിയും ഇഞ്ചിയും എക്സ്ട്രാ ചേർക്കുന്നുണ്ട്, ഇതില് അതില്ല. അതിന് ഞങ്ങൾ പറയുന്നത് പുളിങ്കറി എന്നാണ്. അതിന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ഞാനിവിടെ ഒരു 10 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. കൊച്ചുള്ളി കൊണ്ട് തന്നെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഇനി കൊച്ചുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ സവാളയിൽ ട്രൈ ചെയ്യുന്നവരും ഉണ്ട്, പക്ഷെ കൊച്ചുള്ളിയുടെ ടേസ്റ്റ് കിട്ടില്ല. പിന്നെ എടുത്തിരിക്കുന്നത് 4 വറ്റൽ മുളക്, 1 തണ്ട് കറിവേപ്പില, പിന്നെ നമുക്ക് വേണം പുളി, വാളം പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിലേ ഉള്ളൂ. പുളി നിങ്ങൾക്ക് എത്രയും കറി വേണോ, എത്രയും വെള്ളമായിട്ട് കറി എടുക്കണോ അത്രയും എടുത്തോണം പുളി അനുസരിച്ച്. അപ്പോൾ ഞാൻ ഇത്രയും എടുക്കുന്നുള്ളൂ, കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് പുളിയേ എടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പുളി വെള്ളത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നതും അധികം വലിയ ചില കൂടിയാലോ കുറഞ്ഞാലോ കുഴപ്പമുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമല്ല. അപ്പൊ പുളിയുടെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് വെള്ളം കൂടും, അതനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊച്ചുള്ളിയുടെ അളവും കൂട്ടാം. അപ്പൊ പുളിയിൽ ഞാൻ ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടേ. പിന്നെ നമുക്ക് വേണം വെളിച്ചെണ്ണ, കടുക്, ഒരു നുള്ളു ഉലുവ, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഈ പുളി കുതിർന്നിട്ട് ആദ്യം നമുക്ക് പുളിവെള്ളം പിഴിഞ്ഞെടുക്കണം. ഇതിപ്പോ ഞാൻ രസത്തിന്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു, എന്റെ കയ്യിലെ പുളി അധികം കട്ടിയില്ലാത്ത പുളിയാ, പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. പുളിവെള്ളം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒഴിച്ച 1 ഗ്ലാസ് കൂടാതെ ആ ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതാണ് ഗ്ലാസ്. ഇപ്പൊ വെള്ളം 1.5 ഗ്ലാസ്. പാത്രം ചൂടായി, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കണേ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കാണാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, ലേശം ഉലുവ, 1 നുള്ളേ. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. എണ്ണ ഒഴിച്ച മുളക് മൂപ്പിച്ച ശേഷം ഉള്ളി ഇട്ടാലും മതി, എങ്ങനെ വേണേലും ചെയ്യാം. ഈ ഉള്ളി അങ്ങ് ഒത്തിരി മൂത്ത് പോകണ്ട, ഒന്ന് പച്ചമണം മാറിയാൽ മതി. ഇപ്പോ ഉള്ളി റെഡി ആയിട്ടുണ്ട്. കാരണം ബാക്കി നമുക്ക് ഉള്ളി വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്ക് വെള്ളം അധികം ഇല്ല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളൂ, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ ഏരിയ അനുസരിച്ച് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് ആ പച്ചമണം മാറണം. ഇപ്പൊ മുളകിന്റെയും മഞ്ഞപ്പൊടിയുടെയും ആ പച്ചമണം മാറിയിട്ടുണ്ട്, നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഈ ഉപ്പൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഉപ്പ് ടേസ്റ്റ് നോക്കുമ്പോൾ പുളി കൂടുതലാണെന്ന് തോന്നുന്നു എങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി തിളയ്ക്കണം, യാതൊരു കാരണവശാലും തിളച്ച് തൂകി പോകരുത്. നിങ്ങളിൽ പലരും എന്നെ കമന്റ് ഇട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ശരിക്കും എൻകറേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് ഇത്രയും പേര് ലൈക്ക് ചെയ്തല്ലോ, ഒരു സന്തോഷം അത്. ഇപ്പൊ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു തുടങ്ങി. തിളച്ച് തൂകരുത്. തിളച്ചിട്ട് ഒരു മീഡിയം തീയില് ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ തന്നെ കിടക്കട്ടത്. പെട്ടെന്ന് ഓഫ് ചെയ്യല്ലേ. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു. ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടേ. ഞാനിപ്പോ തീ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടി ഇട്ട്
അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ പാലക്കാടൻ മുളക് വറുത്ത പുളി അല്ലെങ്കിൽ വള്ളുവനാടൻ കറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതല്ലാതെ ഇതിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുവെങ്കിൽ, വേറെ ഏതെങ്കിലും മെത്തേഡിൽ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ഇടണം. അപ്പോൾ വീണ്ടും പുതിയൊരു ഡിഷുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.